കീം 2025 ഫലപ്രഖ്യാപനം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് കാക്കൂർ എന്ന ഗ്രാമം. കാരണം 3ാം റാങ്ക് ഇവിടേക്ക് അക്ഷയ് ബൈജുവിലൂടെ ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഫലപ്രഖ്യാപനം കേട്ടപ്പോൾ ആദ്യം തോന്നിയത്? എന്താണ്? വളരെ സന്തോഷമുണ്ട്. കുറേ ആൾക്കാരെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അപ്പം പാരൻസിനും ബാക്കി കുടുംബങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം തന്നെ. പറഞ്ഞു ഇപ്പം മാർക്കൊക്കെ കണക്കൂട്ടിയപ്പോൾ തന്നെ നല്ല മാർക്ക് ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി കാണുമല്ലോ. എവിടെയാണ് പഠിച്ചിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോച്ചിങ് കാലമൊക്കെ? ഞാൻ +1 +2 പഠിച്ചത് കോട്ടയത്ത് മാന്നായത്ത് KE സ്കൂളിലാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും കൂടി ഉണ്ടായിരുന്നു. രണ്ടും കൂടി കറക്റ്റ് പഠിച്ച് പോയത് തന്നെയാണ്. അതിനോട് തന്നെയാണ് ഇപ്പം ഈ റാങ്കിലെത്താൻ സാധിച്ചത്. മാർക്സ് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു നല്ല മാർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു, നല്ല റാങ്ക് ഉണ്ടാവും ഉറപ്പായിരുന്നു. കീമിന് 100% ഉണ്ടായിരുന്നു. ബോർഡ് എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്താണിത് ഫലപ്രഖ്യാപനം ലൈവായിട്ട് കണ്ടപ്പോൾ മാമിന് എന്താണ് തോന്നിയത്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ജയിക്കുന്ന റാങ്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം കീമിലും പ്രതീക്ഷിച്ചിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? JEE അഡ്വാൻസിൻ്റെ റാങ്ക് വെച്ചിട്ട് IIT കാൺപൂർ കമ്പ്യൂട്ടർ സയൻസിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ജൂലൈ 21 അവിടെ ജോയിൻ ചെയ്യാൻ നോക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. നല്ല മാർക്ക് ഉണ്ടാവുന്ന, റാങ്ക് ഉണ്ടാവുന്ന തന്നെ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഈ നാടൻ തുടങ്ങം അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ കൂടിയാണ്. പെട്ടെന്ന് ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ നാട്ടുകാരനൊരു 3ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ വലിയ ആഹ്ലാദമാണ് നാടൻ തുടങ്ങം പങ്കുവെക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.